വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏതാണ്ട് 2 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഖുർആൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു പൂർണ്ണമായി ഡോക്ടറുടെ ഒരു അനുമതി ക്ലാസ്സിന് കിട്ടിയിട്ടില്ല. 2 മാസം കൂടി മരുന്ന് കഴിച്ച് ഒരു ടെസ്റ്റ് നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ റമദാനൊക്കെ വരികയാണ്. അപ്പോൾ ഖുർആൻ്റെ പഠനം നിന്നു പോകുന്നതിൽ പലരും പ്രയാസം പറയുകയും അതുകൊണ്ട് തൽക്കാലം കുറച്ച് സമയം ഒരു 10-20 മിനിറ്റെങ്കിലും ഒരു ക്ലാസ് നടക്കുന്ന ഒരു രൂപം ഉണ്ടാകണമെന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മളിത് നിന്ന് പോയാലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് നമ്മൾ ദുന്യവിയായ കാര്യത്തിൽ ശുഗലാവും. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഏതാണ്ട് കുറേ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ശീലിച്ചു വന്നൊരു ശീലം ഇങ്ങനെ പാകപ്പെടുത്തി എടുത്തതാണ് നമ്മളെ മനസ്സിനെ. അപ്പം ഖുർആൻ പഠിക്കുക, ഒരു ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയം അത് ഖുർആന് പിന്നെ പ്രസംഗം കേൾക്കുന്നതിന് പകരം ഖുർആൻ്റെ ആയത്ത് കേട്ട് അർത്ഥം പഠിച്ച് അതിൻ്റെ വേറെ കാര്യങ്ങൾ ആയത്തുകൾ തദബ്ബുർ ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റം ആയിട്ടുണ്ട്. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റം പെട്ടെന്ന് തെറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ആ സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പം ആ സമയം ദുന്യവിയായ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങിപ്പോവും. അത് വലിയൊരു പ്രയാസമുള്ള ഉണ്ടാക്കുന്ന സംഗതിയാണ്. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് ഇപ്പോൾ വന്നില്ലായിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ മറ്റ് ദുന്യവിയായ കാര്യമായിരിക്കും ചെയ്യുക. ദുന്യാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും ഏർപ്പെടുക. അപ്പം ഏറ്റവും ഹൈറായൊരു കാര്യം, നമുക്ക് പരലോകത്തേക്കുള്ള ഒരു സംഗതി അവിടെ മുടങ്ങുകയാണ്. ആ മുടക്കം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയപ്പെടുത്തേണ്ട, പേടിപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. കാരണം മറ്റൊന്നുമില്ല, നമുക്ക് എത്രമാത്രം ഇതൊക്കെ കിട്ടും എന്ന് അറിയില്ല, സമയം എത്ര ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. ഇന്നലെ രാത്രി ഒരു 11 മണി സമയത്ത് നമ്മളൊരു കുടുംബത്തിലെ ഒരു ആൾ ഫോണിൽ വിളിക്കുന്നുണ്ട്. കുടുംബത്തിലൊരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വാട്സപ്പ് ഞാനൊരു ഫോട്ടോ വിട്ട് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങി, നല്ല ഉറക്കിലാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഷർണൂരിലേക്ക് കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, അവളെ കല്യാണ ഫോട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വാർത്ത അവൾ മരിച്ചു എന്നുള്ളതാണ്. അപ്പം മരിക്കാൻ തലേദിവസം മരിച്ചിട്ടുണ്ട്, പക്ഷേ പുറത്തറിയിച്ചിട്ടില്ല. തലേദിവസം രാത്രി കിടന്നുറങ്ങിയതാണ്. 5 മാസം ഗർഭിണിയാണ്. 5 മാസം ഗർഭിണിയായ പെൺകുട്ടിയാണ്. രാത്രി കിടന്നുറങ്ങിയതാണ്. രാവിലെ മരവിച്ച് കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് കാരണം, എന്താണ് അല്ലെങ്കിൽ ദുരൂഹതകൾ വല്ലതും ഉണ്ടോ ഒന്നും അറിയില്ല. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമോ അല്ലെങ്കിൽ ചെറുപ്പമോ ഒന്നും ഒരു വിഷയമേ അല്ല. ഇപ്പം ക്ലാസ് തുടങ്ങാൻ നേരത്തെ ഓട്ടിയാക്കെന്ന് പറഞ്ഞത് നമ്മളെ കാരാട് ചെറുപ്പക്കാരൻ്റെ പേര് നൗഫൽ എന്നാണ് മരിച്ച നമ്മളെ സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ്. കണ്ടെങ്കിലല്ല പരിചയമുള്ള ആളാണ്. എനിക്ക് ഫോട്ടോ വിട്ടെന്നിന് ആരൊരാൾ. ഒരുപാട് ആളുകൾക്കൊക്കെ സേവനം ചെയ്യുന്നൊരു നല്ല മനുഷ്യനാണ്. അവന് ഒരു 3 മീറ്റർ മാത്രം ഹൈറ്റുള്ള സ്ഥലത്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വീണാന്നാണ് പറഞ്ഞത്. തലടിച്ച് വീണു.
ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ ജുമാക്ക് ശേഷം മയ്യത്ത് കിട്ടുമെന്നാണ് പറഞ്ഞിനെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലല്ല കേട്ടോ, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച, ഇന്നലല്ല അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച. അപ്പോൾ ഇപ്പോൾ ഇതുവരെ മയ്യത്ത് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ മയ്യത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് കിട്ടണമെങ്കിൽ, അവിടെ മയ്യത്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ സൗദി അറേബ്യയിലാവുമ്പോൾ ചില മയ്യത്തൊക്കെ സൗദി അറേബ്യയിൽ പിന്നെ മരിച്ചാൽ മയ്യത്ത് അവിടെ തന്നെ കബറടക്കുക ചെയ്യുക. പക്ഷെ മയ്യത്ത് കിട്ടണമല്ലോ, വിട്ട് കിട്ടണം. നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ. അതല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അധികം പിന്നെ നാട്ടിലേക്ക് കൊണ്ടുവരും. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഉഹ്റവിയായ കാര്യത്തിൽ അത് മുടങ്ങിയാൽ അവിടെ പകരം ദുന്യവിയായ കാര്യങ്ങൾ വരും. ഉഹ്റവിയായ കാര്യങ്ങളാണ് നമ്മളെ പിന്നെ നിസ്കാരം, ഖുർആനോത്ത്, ഖുർആൻ പഠനങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ബ്രേക്കാകുമ്പം ആ സമയം നമ്മൾ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും, അത് നഷ്ടപ്പെട്ടു പോകും. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ പിന്നെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ, ഈമാനിനെ ഉയർത്താൻ ആവശ്യമായ ഖുർആൻ്റെ പഠനം, അതിന് വീണ്ടും നമുക്കൊരവസരം കിട്ടുന്നു. അത് മുടങ്ങിപ്പോകാതിരിക്കാൻ, നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട്, റഹ്മാനായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാം. എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈമാൻ നിലനിന്ന്, ഈമാൻ കിട്ടേണ്ടത് ഇൽമിൽ നിന്നാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഈമാൻ കിട്ടണം, ഈമാൻ കിട്ടി മരിക്കണം എന്ന് പറയും, ആഗ്രഹം അതാന്ന് പറയും. പക്ഷേ ഈമാൻ എവിടുന്നാണ് കിട്ടേണ്ടത്? ഈമാൻ കിട്ടേണ്ടത് ഇൽമിൽ നിന്നാണ്. ഇൽമുണ്ടാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഈമാൻ ഉണ്ടാവുള്ളൂ. ഇൽമ് എവിടുന്നാണ് കിട്ടേണ്ടത്? ഖുർആൻ എന്നാണ് കിട്ടേണ്ടത്. ഖുർആൻ എന്നാണ് ഇൽമ് കിട്ടേണ്ടത്. അപ്പം അള്ളാഹിൻ്റെ ഒരു അപാരമായ അനുഗ്രഹമാണ്, ഫളിലാണ് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഖുർആൻ്റെ ആൾക്കാർ. അവർക്കൊക്കെ ഇറങ്ങിയതാണ് ഖുർആൻ. പക്ഷെ അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന നമ്മൾ കുറച്ച് ആൾക്കാർ. അപ്പോൾ അതിൽ പെട്ടു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ദുനിയാവിൻ്റെ കാര്യമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആന് ആരാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കരുത്. എല്ലാവരോടുള്ളൊരു വസിയ്യത്താണ്. ഞാൻ എപ്പോഴും പറയണ സംഗതിയാണ്. നമ്മളിതിൽ ഖുർആനാണ് പ്രധാനം. ഖുർആൻ എടുക്കുന്ന ആളതല്ല. ഒരു ഫാൻസ് അസോസിയേഷനും ഇതിലില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലേ നമുക്ക്. ഒരാളല്ല, നമ്മൾ ഖുർആനാണ് മെയിൻ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു, അത് ചെവിയോർത്ത് കേട്ടു. എന്ന് റസൂൽ പല സന്ദർഭങ്ങളിൽ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു റസൂൽ ഖുർആൻ കേട്ടിട്ട്. ആരൊക്കെ റസൂലിനാണ് ഖുർആൻ ഇറങ്ങിയതൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് എന്നുള്ള ഏതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ വ്യക്തിനെ നമ്മൾ നോക്കേണ്ട ഖുർആനാണ് നമ്മളെ മാറ്റുക. അപ്പം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ആളാരാണ് എന്ന് നമ്മൾ ചോദിക്കുകയേ ചെയ്യരുത്. നമ്മൾ ഖുർആനാണ് നമുക്ക് പ്രധാനം. അത് എന്നേക്കുമായിട്ടുള്ള എൻ്റെ ഒരു വസിയ്യത്താണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ ഖുർആനെ നമ്മൾ നോക്കേണ്ടത്, ഖുർആൻ പഠിക്കണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതാരെടുത്താലും അത് ഖുർആൻ നമ്മൾ കേൾക്കുക, ഖുർആനെ പറ്റി ചിന്തിക്കുക. പിന്നെ അങ്ങനെ ആളെ നോക്കാതെ നമ്മൾ പണ്ട് മുറമുറി പറഞ്ഞ മാതിരി തെളിവ് നോക്കാമെന്ന് അറിയില്ല. നമ്മൾ ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായി നമുക്ക് ഫലം ചെയ്യുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഷാബാനാണ്, ഷാബാൻ്റെ അവസാന നാളുകളിലാണുള്ളത്. അടുത്ത ഈ ദിവസം ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ ഏകദേശം തലേ ദിവസമൊക്കെ ആയിരിക്കും, അത്താഴം കഴിക്കുന്ന ദിവസമായിരിക്കും. അപ്പം പിന്നെ മിക്കവാറും ഞായറാഴ്ച തന്നെ ആയിരിക്കും നോമ്പ് ആരംഭിക്കുക. അപ്പോൾ സമയമില്ല നമ്മളെ മുന്നിൽ. ഈ അവസരമാണ്, അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. 103-ാമത്തെ ആയത്താണ്
ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 103 ആയത്ത്, വലൗ അന്നഹും ആമനു വത്തഖൗ ലമഥൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. വലൗ അന്നഹും ആമനു, അവരെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ, ലമഥൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ, അള്ളാഹുവിങ്കൽ എന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ നല്ലതാകുമായിരുന്നു, ഖൈറാകുമായിരുന്നു, ഉത്തമമായിരുന്നു. ലൗ കാനു യഅലമൂൻ, അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നമ്മൾ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അള്ളാഹു ആഗ്രഹിക്കുകയാണ്. ഇത് ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഖുർആൻ നമ്മളോട്, നമ്മുടെ ഹൃദയത്തോട് ഖുർആൻ സംസാരിക്കുകയാണ്, നമ്മളോട് ഡയറക്റ്റ് അല്ല സംസാരിക്കുകയാണ്. ഖുർആൻ വായിക്കുമ്പോൾ അങ്ങനെയാണ്, വേറൊരു ഗ്രന്ഥം പോലെയല്ല ഖുർആൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മളൊരാൾ പ്രത്യേകം വിളിച്ച് നമ്മളോട് ഒരാൾ പ്രത്യേക ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും, അല്ലേ? ഒരു 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 കൂട്ടമായിരിക്കുന്ന ഒരു സദസ്സിൽ ഒരുമിച്ചൊരു കാര്യം പറയാതെ നമ്മൾ ഓരോരുത്തരെ ഒരാളെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു അധ്യാപകന് എല്ലാ കുട്ടികളോടും മൊത്തത്തിൽ എല്ലാവരും അച്ചടക്കം പാലിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, കച്ചറ കളിക്കരുത് എന്നൊക്കെ പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് അവനെ വിളിച്ച് അവൻ്റെ തോളിൽ തട്ടി അവനെ പ്രത്യേകം സ്വകാര്യമായിട്ട് വിളിച്ചു കൊണ്ടുപോയി അവനോട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പഠിക്കണം കേട്ടോ, ഈ വിഷയത്തിൽ കുറച്ച് മാർക്ക് കുറവാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പിന്നെ കൂട്ടുകെട്ട് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യമായിട്ട് അവനെ കൊണ്ടൊരു പ്രത്യേകം ഒന്ന് ഉപദേശിക്കുമ്പോൾ അതിനൊരു ഫലം വേറെ തന്നെ ആയിരിക്കും. ഇതേപോലെയാണ് ഖുർആന് ശരിക്കും നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. അപ്പം അള്ളാഹു പറയാണ്, പിന്നെ ഈമാനും തഖ്വയും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലം എത്രയോ ഉത്തമമാണ് എന്ന് അവർ ലൗകാനു യഅലമൂൻ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ ദുന്യവിയായിട്ട് മാത്രം അങ്ങനെ ജീവിച്ച് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു റൂം, ഒരു വീട്, ഒരു ബെഡ്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അടുക്കളയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്നു, നല്ല എ സിയിലെ റൂമിൽ കിടന്നുറങ്ങുന്നു, നല്ല മെത്തയിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഓരോ രാവും പകലും കഴിഞ്ഞു പോകുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം മരിക്കുകയാണ്. അത് അവനവൻ്റെ കയ്യിലുള്ള സംഗതിയല്ലല്ലോ, മരിച്ചു. അപ്പോൾ ഈ ബെഡുമില്ല, കട്ടിലുമില്ല, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. എന്നെ ആർക്ക് വേണ്ടിയാണോ ഈ വ്യക്തി ജീവിച്ചത് അവരൊന്നുമില്ല. അപ്പം എത്രയും പെട്ടെന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറടക്കി. ലൗകാനു യഅലമൂൻ. ഇത് മരിക്കണ മുമ്പൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലമഥൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ, ലമഥൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. അള്ളാഹിൻ്റെ അടുക്കലുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുക്കലുള്ളത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിൻ്റെ ശേഷമുള്ളതാ. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ദുനിയാവിൽ നിന്നാണ് പോയിന് ശേഷമുള്ള സംഗതിയാണ്. അതാണ് എത്രയോ ഉത്തമം എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ബെഡിൽ നിന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു, അല്ലേ? നിസ്കരിക്കുമായിരുന്നു. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം, അത് ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും കൊടുക്കുന്ന സമയം, ഇത് ഞാൻ എത്ര കാലം കൊടുക്കാൻ എനിക്ക് പറ്റും അറിയില്ല. അപ്പം അത്രയും കാലം സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ, നല്ല സംതൃപ്തിയോടെ ഭർത്താവിനും മാതാപിതാക്കൾക്കും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവരത് കഴിച്ചു, അവർ പ്രാർത്ഥിച്ചു, അവർക്കൊക്കെ ദീന് പറഞ്ഞു കൊടുത്തു, ദീന് ഉപദേശിച്ചു കൊടുത്തു, ഓർമ്മപ്പെടുത്തി കൊടുത്തു. അങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ഒരു പെണ്ണായിട്ട് വീട്ടിലുണ്ടായിരുന്നു. എപ്പോഴും സംസാരിക്കുന്നൊരു പെണ്ണായിട്ട് വീട്ടിലുണ്ടായിരുന്നു.
എപ്പോഴും എന്ത് സംസാരിക്കുക? ദുന്യവിയായ കാര്യങ്ങളല്ല, ഉഹ്റവിയായ കാര്യങ്ങൾ വീട്ടിലെപ്പോഴും സംസാരിച്ചിരുന്നു, പറഞ്ഞു കൊടുത്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ഒരു നിസ്കാരവും അവർ ഈ വീട്ടിലെല്ലാ പണിയും ചെയ്താലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയാണെങ്കിലും അവരെ നിസ്കാരം, അവരെ കാര്യങ്ങളൊന്നും അവർ ഒഴിവാക്കിയിട്ടില്ല. അവരുടെ റവാത്തിബ് സുന്നത്തുകളും കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഒക്കെ ചെയ്തിട്ടാണ് അവരെന്താക്കിയത്? കിടന്നുറങ്ങിയത്. അല്ലേ? ലമസൂബത്തുൻ ലമസൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗകാനു യഅലമൂൻ. അതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നു. അതാണ് ലൗകാനു യഅലമൂൻ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. ആ ഇൽമ് നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ട ഇൽമാണ്. അതാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ കാര്യം ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ വിശദീകരണമായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഒരായത്ത് അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊരു വിഷയമാണ് പറയണത്. 103 അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന ഒരു ആഗ്രഹം വെച്ച് ഒരു ആയത്ത് അവസാനിപ്പിച്ചു. അല്ലേ? പരിഭാഷ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിന് ശേഷം വരുന്നത് വേറൊരു സബ്ജക്റ്റാണ് വരാൻ പോണത്. പക്ഷെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്താണ് ഗുണം? അത് മനസ്സിലാക്കാതെ പോയാൽ എന്താണ് ദോഷം? അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ലേ? അതിൻ്റെ അടിയിൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. അല്ലേ? വലൗ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകം തരാം. ലൗ 2 വട്ടം വന്നു. അല്ലേ? എന്താണ് ലൗ എന്ന് പറഞ്ഞാൽ? എങ്കിൽ. എങ്കിൽ എന്ന് പറയുമ്പം അതിനൊരു ഉത്തരം ഉണ്ടാവൂലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അങ്ങനെ ഉണ്ടല്ലോ. അല്ലേ? അപ്പോൾ അത് നമുക്ക് ഖുർആൻ തന്നെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏതാനും ചില ആയത്തുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലേ? അവസാനം പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? എങ്ങനെ? 3-14 മുതൽ 18 വരെയുള്ള ആയത്തുകൾ പറഞ്ഞു. അല്ലേ? അതിന് മുമ്പേ പറഞ്ഞ ആയത്തുകൾ ഏതൊക്കെയെന്നറിയോ? പിന്നെ 3 അല്ല, അതല്ല, അതിന് മുമ്പ് 3-ാമത്തെ ആയത്ത് പറഞ്ഞിരുന്നോ? 7 പറഞ്ഞു. 2-54, 3-198 പറഞ്ഞിരുന്നോ? 2-54 നമ്മൾ പഠിച്ചതല്ലേ? പഠിച്ച ആയത്തല്ലേ? അത് നമ്മൾ പഠിച്ച ആയത്താണ് 54. 3-198 പറഞ്ഞിരുന്നോ? അത് മറിക്കേ. 3-198 ആലിമ്രാനിലെ 198. ആലിമ്രാൻ ലാസ്റ്റ് വായിച്ചോളെ. ൂറ്റി ഞാൻ വായിക്കാം. ആദ്യം ശ്രദ്ധിക്കുക. ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ്. ശ്രദ്ധിക്കണേ. സത്യനിഷേധികൾ നാടുകളിലെങ്ങും സ്വൈരവിഹാരം നടത്തുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കി കളയരുത്. എന്താ പറഞ്ഞത് മനസ്സിലായ? എന്താണ്? ഒരു ദീനും ഒന്നുമില്ലാത്ത ആൾക്കാർ സ്വൈര്യമായിട്ട് അങ്ങനെ ജീവിക്കേണ്ട ഇവിടെ.
അവരൊക്കെ ദീനോ അല്ലെങ്കിൽ പരലോക ചിന്തയോ മറ്റ് മതപരമായ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത, ദീനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരും സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നു എന്നൊരു കാര്യം ഒരിക്കലും നിന്നെ വഞ്ചിക്കരുത്. ആ ചിന്ത നിന്നെ പറ്റിക്കരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നൊരു ചിന്തയാണ് എന്ത് നമ്മൾ ദീൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് ദീനത്, ഒന്നുമില്ലാത്തവർ സുഖമായിട്ട് ജീവിക്കണില്ല. ഇവിടെ ഒരു നിസ്കാരമില്ല, നോമ്പില്ല, പള്ളിയില്ല, ഒന്നുമില്ല. അള്ളയാണ് ഈ പറയണത് കേട്ടാ. കാരണം അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള സൗകര്യം കൊടുത്തതാരാ? അള്ളയാണ്. അപ്പോൾ അവരങ്ങനെ നടക്കുന്നുണ്ട് എന്ന് കരുതി ഒരിക്കലും നീ പറ്റിക്കപ്പെടരുത്. എന്നാൽ മനസ്സിലാക്കിക്കോ, മത്താഉൻ വായിക്കുക, മത്താഉൻ തുച്ഛമായ ഭൗതിക സുഖങ്ങളാണത്. സുമ്മ മഅ്വാഹും ജഹന്നം, പിന്നീട് അവർക്കുള്ളത് നരകമാണ് സങ്കേതം. വബീസൽ മിഹാദ്, അതെത്ര മോശമായ സ്ഥലമാണ്. അങ്ങനെയുള്ളവർ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ അത് നമ്മളെ പറ്റിക്കണ്ട. കാരണം അവർ മരിച്ചാൽ അവർ ഈ ദുനിയാവിൽ, ആരാണെങ്കിലും ദുനിയാവിൽ കുറച്ചേ ഉള്ളൂ അല്ലേ? ഏതെങ്കിലും ഒരു സത്യനിഷേധിക്ക് അള്ളാഹ് ദുനിയാവ് മുഴുവൻ കാലാകാലം കൊടുത്തണോ? ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവർ മരിച്ചാൽ തീർന്നു. അവരുടെ അടിച്ചുപൊളി ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. അത് കണ്ട് നമ്മൾ അതേമാതിരി ജീവിച്ചാൽ നമ്മൾ അങ്ങനെ ആവൂലേ? ആകും. മരണത്തിന് ശേഷം വല്ലതും ഉണ്ടാവുമോ? ഇല്ല. ബാക്കി ലാക്കിൻ, എന്നാൽ അല്ലദിന തഖൗ റബ്ബഹും, റബ്ബിനെ തഖ്വയോടുകൂടി ജീവിച്ചവർ. നമ്മൾ ആയത്തെന്താണ്? വല്ലദിന ആമനു ഒത്തക്കൗ ലമസൂബത്തുൻ ഇതായി. ലാക്കിനില്ലദിന തഖൗ റബ്ബഹും, അവർക്ക് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ ഖാലിദീന ഫിഹ. കണ്ട, അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോണത് ഏതാണ്? അടിഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗമാണ്. അത് നുസ്ലം മിൻ ഇൻദില്ലാ, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള സൽക്കാരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സൽക്കാരമാണ് അവർക്ക് കിട്ടാനുള്ളത്. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ, വമാ ഇൻദല്ലാഹി ഖൈർ, അതാണ് ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ എന്ന് പറഞ്ഞാൽ വമാ ഇൻദല്ലാഹി ഖൈർ. ആർക്ക്? ലിൽ അബ്റാർ, പുണ്യം ചെയ്ത് ജീവിച്ച ആൾക്കാർക്ക്. ലിൽ അബ്റാർ, പുണ്യവാന്മാരായ ആൾക്കാർ. നമ്മളെന്താ പ്രാർത്ഥിക്കൽ? തവഫന മഅൽ അബ്റാർ, പുണ്യവാളന്മാരായി നന്മകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മരിക്കണം. അങ്ങനെ ആ മരിച്ച ആൾക്കാർക്ക് കിട്ടാൻ പോണത് എന്താണ്? മരണത്തിന് ശേഷം സ്വർഗമാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലൗ കാനു ആലം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലേക്കും നമ്മൾ അടുപ്പിച്ച് തിരുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരട്ടെ. ആശ്വാസവും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ സാധാരണ നടക്കുന്ന ക്ലാസ് ഇവിടെ ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും പങ്കാളികളാകാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് നോമ്പിന്, ഒന്നാമത്തെ നോമ്പിന് ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിന് ശേഷം കണ്ണിയൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാവരും പങ്കെടുക്കുക. അത് തയ്യാറായിട്ട് വരിക ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ടൈം നമുക്ക് രാവിലെ അങ്ങനെ വേണ്ട, ടൈം ഏതായാലും സുബഹി കഴിഞ്ഞിട്ട് പിന്നെ ആരും ഉറങ്ങൂല. ഉറങ്ങിയാൽ പിന്നെ ക്ലാസ്സിന് വരാൻ കഴിയില്ല. ഒരു ദിവസമല്ലേ അല്ലേ? സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് വരുന്നതാണോ ഉറങ്ങാതെ വരുന്നതാ സുഖം? ഇതാണ് കഴിഞ്ഞിട്ട് പോയി ഉറങ്ങല്ല നല്ലത്. ഉറങ്ങിയാൽ പിന്നെ നീക്കാൻ കഴിയില്ല. അപ്പോൾ സമയം തന്നെ ആയിക്കോട്ടെ, അതാണ് നല്ലത് കേട്ടോ. ഇതേ സമയം